ഹായ് ഡിയേഴ്സ്, ഇന്ന് ഓണം സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ചേച്ചിയാണ് ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കണം കേട്ടോ. ഇന്ന് ഓണ സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഉണ്ണിയപ്പത്തിനുള്ള സാധനങ്ങളാണ്: ഉലുവ, ശർക്കര, ഏലക്ക, ചെറിയ ജീരകം, പപ്പടം, ചെറിയ ഉള്ളി, തേങ്ങ നുറുക്കിയതാണ്, ഉപ്പ്, പച്ചരി. ഇത്രയും ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടുവക സാധനമാണ്. സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ്. ഒരു 3 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഈ പച്ചരിയിൽ കുറച്ച് ഉലുവയും അതുപോലെ 1 ഗ്ലാസ് അരിക്ക് 1 പപ്പടം എന്ന കണക്കിൽ 3 ഗ്ലാസ് അരിക്ക് 3 പപ്പടം അങ്ങനെ എടുത്തിട്ട് വെള്ളത്തിൽ കുതിരാൻ വെക്കണം. എന്നിട്ട് പിന്നെ അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇതൊരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അരിയും ഉലുവയും കൂടെ. പിന്നെ ഇനി ഇതിൽ നമുക്ക് റവയും ചോറും കൂടി ആവശ്യമുണ്ട്. നമുക്ക് ശർക്കര ഒരു പാത്രത്തിലിട്ടിട്ട് ഉരുക്കിയെടുക്കാം. 1 ഗ്ലാസ് വെള്ളമാണ് ശർക്കരയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പപ്പടം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ മിക്സിയിൽ പപ്പടമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, എന്നിട്ടാണ് അരി ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി ഒരു ചെറിയ ബൗളിൽ ഒരു ഹാഫ് ബൗള് ചോറ് വേണം അരിയുടെ കൂടെ അരക്കാൻ വേണ്ടിയിട്ട്. ഉണ്ണിയപ്പത്തിന് കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി, ഏലക്കായ, ചെറിയ ജീരകം. ഈ ചെറിയ ജീരകവും ഏലക്കായും ഒന്ന് വറുത്തിടുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ ഇത് പച്ചയിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്കൊരു ഹാഫ് ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് തേങ്ങ അതുപോലെ എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ, എങ്ങനെയാണ് നിങ്ങൾ എടുത്ത് കഷ്ണം മുറിക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ. എനിക്ക് എളുപ്പം ഇതുപോലെയാണ്. അതുപോലെ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കാം. നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എണ്ണയിൽ വറുത്ത് കോരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഇത് അധികം മൂക്കാത്തൊരു തേങ്ങയാണ് കേട്ടോ. തേങ്ങയ്ക്ക് പകരം അണ്ടിപ്പരിപ്പോ ബദാമോ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. പക്ഷെ നമ്മൾ പണ്ടേ മുതലേ ഉണ്ണിയപ്പത്തിൽ തേങ്ങയല്ലേ ഇട്ടിട്ട് ശീലിച്ചിട്ടുള്ളത്, അതുകൊണ്ട് തേങ്ങ തന്നെ ആയിരിക്കും അതിന് ടേസ്റ്റ്. ഇനി നമ്മുടെ ശർക്കരപ്പാനി അരിയിൽ ഒഴിച്ചിട്ട് കുറച്ച് ചെറു ചൂടോടെ വേണം നമ്മുടെ ഈ ശർക്കരപ്പാനി ഇതിലൊഴിച്ച് കൊടുക്കാൻ. എന്നിട്ട് ഇതിൽ നമ്മൾ നന്നായിട്ടാണ് അരച്ച് കൊടുക്കണം. നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണില്ല. അരി നന്നായിട്ട് അരഞ്ഞിട്ട് പേസ്റ്റായി വരണം കേട്ടോ. ഇപ്പോൾ അരി നന്നായിട്ട് അരഞ്ഞ് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ റവ ഇട്ട് കൊടുക്കണം. ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ ചേർത്ത് കൊടുക്കുന്നത്. അപ്പസോഡ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ ചേർക്കണില്ല. അതിന് പകരമാണ് പപ്പടം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറേശ്ശെ ഇട്ട് ഇളക്കണം. ഒന്നാകെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കട്ട കുത്തി പോകും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അതിൻ്റെ സൗണ്ടൊക്കെ ഇതിൽ കേൾക്കുന്നുണ്ടാവും. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലാണ് ഞാൻ നമ്മുടെ തേങ്ങ വറുത്ത് കോരുന്നത് കേട്ടോ. ഈ തേങ്ങ അധികം മൂക്കാത്ത തേങ്ങയായിരുന്നു, അതുകൊണ്ട് തന്നെ എണ്ണയിലിട്ട് പാകെ പൊട്ടിത്തെറിച്ച് എൻ്റെ സ്റ്റൗവൊക്കെ ആകെ നാശമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമ്മുടെ മാവിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചെറിയ ഉണ്ണിയപ്പച്ചട്ടി കേട്ടോ, ചെറിയ ഉണ്ണിയപ്പം അതിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ തേങ്ങ മൂപ്പിച്ചിട്ടുള്ള എണ്ണ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ വീണ്ടും വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ആൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ പുതിയ ആളാണ്. ചേച്ചിയുടെ പേര് ക്രിസ്റ്റൽ എന്നാണ്. ചേച്ചി തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. ചേച്ചി പറഞ്ഞോ. ഹലോ, ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. വീഡിയോയുടെ മുന്നിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് അതിൻ്റെ ഒരു ചെറിയ ടെൻഷനാണുള്ളത്. ഞാൻ തിരുവനന്തപുരത്തു നിന്ന് കക്കാട്ടിരിക്ക് വന്നിരിക്കുകയാണ്. പിന്നെ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. അതിൻ്റെ കുഞ്ഞു മക്കൾ ഞങ്ങൾ ഒക്കെ ഒന്ന് ഉണ്ടാക്കി അവർക്ക് കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ചേച്ചിയുടെ പേര് ക്രിസ്റ്റൽ എന്നാണെങ്കിലും ഞങ്ങൾ എന്താ വിളിക്കുക? എന്താ ചേച്ചി വിളിക്കുക? കൃഷ്ണാനി എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കാറ് കേട്ടോ. എൻ്റെ ഉമ്മയുടെ പേരാണ് കൃഷ്ണാനി എന്ന്. ചേച്ചിനായിട്ട് ഒരുപാട് കാലം മുമ്പുള്ള ബന്ധമാണ്. എത്ര കൊല്ലം ഉണ്ടാവും ചേച്ചിയെ? 7 വർഷം. 7 വർഷം മുമ്പല്ലേ? 7 വർഷം മുമ്പുള്ള പരിചയം.
എൻ്റെ ഒരു മോളിവിടെ, കുഞ്ഞു മോളിവിടെ ഉണ്ട്. ഞാൻ നോക്കിയ മോളാണിത്. ഞങ്ങൾ രണ്ടാളാണ് നെയ്പ്പം ഉണ്ടാക്കുന്നത്. നമ്മുടെ നൂനപ്പാത്തു ഇടവൻ കൈ കൊണ്ട് മാവൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഇടവൻ കൈയും നൂന ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഉണ്ണിയപ്പം പക്കോട മോഡലൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഉണ്ണിയപ്പം ഞങ്ങൾ 3 പേര് കൂടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 3-ന് 3 ഷേപ്പാണ് വന്നിട്ടുള്ളത്. ഉമ്മൻ്റെ ചേച്ചിയുടെ സംസാരമാണ് ബേക്കറി കേട്ടോണ്ടിരിക്കുന്നത് കേട്ടോ. ചേച്ചി പോട്ടെ ചോദിക്കുക ഉമ്മാട്. ഉണ്ണിയപ്പം കുറച്ചായപ്പോൾ തന്നെ ഞങ്ങൾ സുലൈമാനിയൊക്കെ ഉണ്ടാക്കിയിട്ടോ. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇതിൻ്റെ ഒപ്പം തന്നെ ചായ കുടിക്കാമല്ലോ ചൂടോട് കൂടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ട്. ഞാനിത് അരച്ചിട്ട് മാവ് കൂട്ടി വെച്ചിട്ടില്ല. കുറച്ച് സമയം വെച്ചിരുന്നാൽ ഇതിൽ നന്നായിട്ട് കിട്ടും. രാവിലെ തന്നെ അരി കുതിർത്ത് വെച്ചിട്ട് നമ്മൾ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ഇത് നന്നായിട്ട് മാവ് അരച്ച് കൂട്ടി വെക്കുക. പിന്നെ ഉച്ചരിയുമ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പം കിട്ടും. ഇത് വായിക്കാൻ എന്താ അറിയാം, നെയ്ബ്. അത് ഇടവൻ കൈയിട്ട് എഴുതുന്ന കാരണേ നൂന എഴുതിയതാണ്. എടുത്ത കൈയിട്ട് എഴുതുന്ന കാരണം കണ്ടോ. അതെന്താ അറിയോ, നൂനമോള് ഇടവൻ കയ്യെത്തി കേട്ടോ. എഴുത്തും ചിത്രം വരയിലും എല്ലാം ഇടവൻ കൈ കൊണ്ടാണ്. അപ്പോൾ ഇടവൻ കയ്യിൽ എഴുതിയത്. അപ്പോൾ കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും പേര് എഴുതിയത്. ഒരു കയ്യിൽ നെയ്ബ് എന്ന് എഴുതി, ഒരു കയ്യിൽ നൂനാന്ന് എഴുതി വെച്ചിട്ടുണ്ട് കയ്യിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ചുടൽ കഴിഞ്ഞിട്ടോ. ലാസ്റ്റ് ഒരു പാത്രത്തിലും കൂടെ ഒഴിച്ചു കൊടുക്കാനേ ഉള്ളൂ. ഞങ്ങളെ ഇവിടുത്തെ രീതിയിലാണ് ഞങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. നിങ്ങളെ നാട്ടിൽ എങ്ങനെ ഉണ്ടാക്കും ഉണ്ണിയപ്പം? ഞങ്ങളുടെ നാട്ടിൽ വേറെ രീതിയിലാണ്. അതെയോ? ഇത് ഓണം സ്പെഷ്യലാണ് ചേച്ചി? ഇത് ഓണം സ്പെഷ്യലാണ്. പ്രാവശ്യത്തെ ഓണം ഇവിടെ ആയിരിക്കും ചേച്ചിയുടെ. തിരുവനന്തപുരത്തേക്ക് വിടുന്നില്ല അല്ലേ ചേച്ചി? പ്രാവശ്യത്തെ ഓണം ഇവിടെയാണ്. ചേച്ചിയുടെ വക ഓണസദ്യ അല്ലേ? സദ്യയൊക്കെ ഉഷാറായിട്ടുണ്ടാക്കും. കറികളൊക്കെ നല്ല ടേസ്റ്റാണ് ചേച്ചി ഉണ്ടാക്കിയാൽ കേട്ടോ. ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഈ ഉണ്ണിയപ്പം കൂട്ടി ചായയൊക്കെ ഞങ്ങൾ നന്നായി കുടിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഇതാണ് സ്പെഷ്യൽ അല്ലേ? നീ ഉണ്ടാക്കിയതാ? വാങ്ങിയതാ ഉണ്ടാക്കിയതാ? പറയും, ഉറക്ക പറയും. കൊറേ നേരായി. അയ്യ എന്ത് രണ്ടെണ്ണട്ടൊന്നില്ല. നൂനയുടെ പല്ല് പോയിട്ടാ. നൂനയുടെ പല്ല് കാണിച്ച്.